നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു സ്വീറ്റ് ബൺ ഉണ്ടാക്കാം. തേങ്ങാ ബണ്ണ്, അതായത് ദിൽകുഷ്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള എന്നാൽ നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ ദിൽകുഷ്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, അതല്ലെങ്കിൽ അവനാണെങ്കിൽ അവനിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ അടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി അവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് മാവ് കുഴയ്ക്കാനുള്ള ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലെടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1.25 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കാം. ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുതിയ ഈസ്റ്റ് എടുക്കണം. ഒരുപാട് പഴയതോ എക്സ്പയറി കഴിഞ്ഞതൊന്നും എടുക്കണ്ട. നല്ല ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വരും കേട്ടോ. ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള പൊടിയൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. മാവ് കുഴയ്ക്കാനുള്ളത് ഒരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 250 ഗ്രാം മൈദ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, മിൽക്ക് പൗഡർ. ഇത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ നമ്മൾ ബണ്ണ് വരുമ്പം. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ കിട്ടും. ഇനി ബണ്ണിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. എന്നിട്ടിത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവൻ ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അവസാനം ആവശ്യമുള്ളതാണ്. അത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ, ഒലീവ് ഓയിൽ, അതല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ നമ്മൾ നേരത്തെ പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈസ്റ്റ്, അതും കൂടെ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത്രയും പൊടിയിലേക്ക് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന 1/2 കപ്പ് പാല് മതിയാകും കേട്ടോ. ഇനി അഥവാ വെള്ളം കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് അങ്ങ് കുഴച്ചാൽ മതി. എന്നിട്ട് അവസാനം നമുക്ക് ആവശ്യമായി വരുമ്പോൾ വേറെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് നനവ് കൂടുതലായിട്ട് നമുക്ക് കുഴയ്ക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. എന്തായാലും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണേ. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ച് ഇത് കണ്ടില്ലേ, പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ, നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറോ അതല്ലെങ്കിൽ തണുപ്പൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ഒന്ന് ഡബിൾ സൈസായി വരണം, നല്ലോണം ഒന്ന് പൊങ്ങി വരട്ടെ. പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിയിലും സൈഡിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം എണ്ണ. ഇത് പൊങ്ങി വരുമ്പം സൈഡിൽ എന്തായാലും ഒട്ടിപ്പിടിക്കുക, അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും നമുക്കിതൊന്ന് ഇളക്കി മാറ്റാൻ. അപ്പോൾ ഇതുപോലെ എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെക്കണം. ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടക്കുക, അതല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടച്ചാലും മതി. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ കൂടെ നിൽക്കണം എന്നൊന്നുമില്ല. റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമുക്ക് വേറെ പണികളൊക്കെ എടുക്കാം. എന്നിട്ട് മാവ് പൊങ്ങുന്നതിൻ്റെ മുൻപ് ഒരു 1/2 മണിക്കൂറൊക്കെ മുൻപ് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂനട്ടും മുന്തിരി അതുപോലെ ചെറിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മിക്സഡ് ആയിട്ടുള്ളതാണ്, നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 5-10 കാഷ്യൂനട്ട് എടുത്തിട്ട്, കശുവണ്ടി അതെടുത്തിട്ട് നുറുക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതൊരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി ഒന്ന് കഴുകിയിട്ട് അതും ഇതുപോലെ ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത തന്നെ വേണമെന്നില്ല കേട്ടോ, ഗോൾഡൻ കളർ ആയാലും മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 4-5 ഏലക്കായും കൂടി ഇടുന്നുണ്ട്. തോല് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാവ് കുഴച്ച് വെച്ചത് പൊങ്ങാൻ വെച്ചിട്ടൊരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി വരും. ഇനി തണുത്ത കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. എന്നാലും ഒരു 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പൊങ്ങി വന്നോളൂ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വലുതായി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നേരത്തെ എണ്ണ തടവി വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുഴയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം.
കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇനി ഇത് 2 കഷ്ണാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരേ സൈസിൽ വേണമെങ്കിൽ മുറിക്കാം, അതല്ലെങ്കിൽ മുകളിലെ ഭാഗം കുറച്ച് പൊങ്ങിയിരിക്കണമെങ്കിൽ കുറച്ച് വലുതാക്കി മുറിക്കാം കേട്ടോ ഒരു കഷ്ണം. അപ്പോൾ ഇത് 2 കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ വേവിക്കാൻ പോകുന്നത്, ബേക്ക് ചെയ്യാൻ പോകുന്നത്, ആ ഒരു പാത്രത്തിൻ്റെ സൈസിൽ പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ട്രേയിലാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് നമ്മളെ സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് എടുത്തു പോയി അതുകൊണ്ട് ഇതിലേക്ക് ഇടുന്നു. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ തന്നെ ചെയ്യാമായിരുന്നു. സ്റ്റീൽ പ്ലേറ്റിൽ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ചെറിയ ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കാം. മൈദ ആയതുകൊണ്ട് ഇതൊന്നും കൂടി ഒന്ന് ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞ് കളിക്കുക. അതുകൊണ്ട് നമുക്ക് ട്രേയിലേക്ക് വെച്ചതിന് ശേഷം കൈ കൊണ്ടൊന്ന് വട്ടത്തിൽ പരത്തി ഒന്ന് പാകത്തിന് വലിപ്പത്തിലാക്കി എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് അരികിലോട്ടാക്കണ്ട, നടുക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് പരത്തി വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് മുഴുവൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കി വെച്ചിരുന്ന മാവുണ്ടായിരുന്നല്ലോ, അത് മൂടി വെച്ചിരിക്കണേ. അതെടുത്തിട്ട് നമുക്കിതുപോലെ അങ്ങ് പരത്തിയെടുക്കാം. നേരത്തെ പരത്തിയ പോലെ തന്നെ അങ്ങ് പരത്താം. ഒരു 1/2 ഇഞ്ചൊക്കെ കനത്തിൽ പരത്തണേ. ഇനി അതെടുത്തിട്ട് നമ്മളിപ്പോൾ ഫില്ലിങ് വെച്ചില്ലേ, അതിന് മുകളിലേക്ക് വെച്ചിട്ട് തിരിച്ചങ്ങ് കമത്തി വെച്ചാൽ മതി. എന്നിട്ട് രണ്ടും കൂടി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഫില്ലിങ് പുറത്തു പോകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കൈകൊണ്ട് വലിച്ച് ഒട്ടിച്ചു വെക്കണേ, 2 ഭാഗവും തമ്മിൽ. വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് ഫോൾഡ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചാലും മതി. ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 20 മിനിറ്റ് ഒക്കെ വെക്കാം കേട്ടോ. ഒരു നനഞ്ഞ തുണിയൊന്ന് ഇതിന് മുകളിലേക്ക് മൂടിയിട്ടാൽ മതി, ഉണങ്ങി പോകാതിരിക്കാൻ. ഇതിപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒട്ടിച്ച് വെച്ചത് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, ഫില്ലിങ് പുറത്തു പോകാതെ. ഇനി ഇതിന് മുകളിലേക്ക് ഒന്ന് എഗ് വാഷും കൂടെ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ആദ്യം കുറച്ച് മുട്ട ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് കുറച്ച് പാലും കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഒരു ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിന് മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടും കേട്ടോ ആയി വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കത്തി വെച്ചിട്ട് വരയുക, അതല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തിയിട്ട് ഓട്ടയാക്കി കൊടുക്കുകയാണെങ്കിൽ അധികം ചൂട് തിങ്ങി ഇതിൻ്റെ മുകൾ ഭാഗം കേക്ക് പോലെ പൊങ്ങി പൊട്ടിപ്പോകാതിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അലുമിനിയം പാത്രം, സാധാരണ പാത്രമാണ്, അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു റിങ്ങും വെച്ചിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലൊരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ട്രേ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ അങ്ങ് വേവിക്കാം. നമ്മൾ സാധാരണ എല്ലാ സാധനങ്ങളും അടുപ്പിൽ വേവിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ അത് ആവി കൊണ്ടിട്ട് വെന്ത് വരും. ഇതിപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ചൂടിലിരുന്നിട്ട് നമ്മൾ അടുപ്പിലൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ അതുപോലെ നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നോളും. എന്തായാലും ഒരു 40 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ ആയി വരാൻ. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ കുറച്ച് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു മീഡിയത്തിൻ്റെയും ലോവിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. തീരെ ലോ ഫ്ലെയിമിൽ വെക്കണ്ട, അപ്പോൾ കുറേ സമയം ആവില്ല എടുക്കാൻ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുറന്നു നോക്കിയിട്ടുണ്ട്. നമുക്ക് വെന്തിട്ടുണ്ടോയെന്നൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ കുറച്ച് ഒട്ടി പിടിച്ചിട്ടുണ്ട്, അപ്പോൾ വെന്തിട്ടില്ല. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ അലുമിനിയം പാത്രം ആകുമ്പോൾ, അടപ്പ് അലുമിനിയത്തിന് ആകുമ്പോൾ മുകളിൽ നിന്ന് നന്നായിട്ട് ചൂട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ബണ്ണിൻ്റെ മുകൾ ഭാഗം നല്ല കളർ കിട്ടും. ഗ്ലാസിൻ്റെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കുന്നതിനേക്കാളൊക്കെ കളർ ഉണ്ടാവും കേട്ടോ ബണ്ണിന്. പിന്നെ ഓട്ടയുള്ള അടപ്പാണെങ്കിൽ ആ ഒരു ഹോളൊന്ന് അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ടൊന്ന് നന്നായിട്ട് അടച്ച് എയർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കണേ. ഇപ്പോൾ ഇതാ നമ്മൾ തുറന്നു നോക്കിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിലൊരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, മുകൾ ഭാഗം നല്ല കളറായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അലുമിനിയത്തിൻ്റെ അടപ്പാണെങ്കിൽ മുകൾ ഭാഗം നല്ല കളറായിട്ട് കിട്ടും. നമ്മൾ അവനിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ, അത്രയില്ലെങ്കിലും അതിൻ്റെ ഏകദേശം ഒരു അടുത്ത രീതിയിൽ കളർ കിട്ടും കേട്ടോ. ഇത് വെന്തിട്ടുണ്ടാകും, എന്നാലൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ. ഇതാ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. പുറത്തേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അപ്പുറത്തേക്ക് മാറ്റുന്നില്ല, ഇവിടെ നിന്ന് തന്നെ കുറച്ച് ബട്ടറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി അതല്ല മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഫോർക്കിലേക്ക് കുത്തിയിട്ട് അങ്ങ് ഇതിന് മുകളിലേക്ക് അങ്ങ് തേച്ച് കൊടുത്താൽ മതി. അതുപോലെ അവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു 170 ഡിഗ്രിയിലൊന്ന് അവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട്
പ്രീ ഹീറ്റ് ആയിരിക്കുന്ന അവനിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ അങ്ങ് ബേക്ക് ചെയ്തെടുത്താൽ മതി. 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ബണ്ണ് ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തുറന്നു നോക്കിയാൽ മതി. എന്തായാലും 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കുക. എന്നിട്ട് ബേക്കായി വന്നിട്ടില്ലെങ്കിൽ, വെന്ത് വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ട്രൈയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. തണുത്ത് വരുന്നത് വരെ ഇത് നമുക്കൊരു തുണി വെച്ചിട്ട്, നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. നേരത്തെ എടുത്ത ആ തുണി തന്നെ വെച്ചിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചും കൂടെ നോക്കാം. നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് പതുക്കെ അങ്ങ് മുറിച്ചാൽ മതി. ഇത് കണ്ടില്ലേ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചായൻ്റെ ഒക്കെ കൂടെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമായിരിക്കും. ഉണ്ടാക്കി നോക്കുക, വളരെ സിമ്പിളാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ, പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.